മദ്യപാനിയാണ് രാജേഷ്. ഇത് സഹിക്കവയ്യാതെയാണ് യുവതി കുഞ്ഞുമായി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ചെത്തിയ രാജേഷും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി. വാക്കേറ്റത്തിനിടെ ഭാര്യയെ തടഞ്ഞുവെച്ച രാജേഷ് കയ്യിൽ കരുതിയ വാക്കത്തികൊണ്ട് ക്രൂരമായി വെട്ടി. ഇതുകണ്ട് തടയാനെത്തിയതാണ് 5 വയസ്സുകാരൻ മകൻ. ആ കുഞ്ഞിന്റെ കഴുത്തിലാണ് ആഴത്തിൽ വെട്ടേറ്റത്. ഏഴിമല നരിമടയിലെ യുവതിക്കും കുഞ്ഞിനുമാണ് അതിക്രൂര ആക്രമണമേൽക്കേണ്ടി വന്നത്. ബാലാവകാശ സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തനിക്കെതിരെ ഭാര്യ പോലീസിൽ പരാതി നൽകിയതാണ് രാജേഷിനെ പ്രകോപിപ്പിച്ചത്. ഗാർഹിക പീഡന പരാതിയാണ് യുവതി രാജേഷിനെതിരെ പോലീസിൽ നൽകിയിരുന്നത്. ഭാര്യയോടുള്ള സംശയവും ആക്രമണത്തിലേക്ക് നയിച്ചെന്നാണ് അറസ്റ്റിലായ രാജേഷിന്റെ മൊഴി. ഗുരുതരമായി പരിക്കേറ്റ യുവതിയും മകനും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു രാജേഷിന്റെ അറസ്റ്റ്. കൊലപ്പെടുത്തണമെന്ന കൃത്യമായ ആസൂത്രണത്തോടെയാണ് രാജേഷ് എത്തിയതെന്നാണ് വിവരം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.